ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 6 ദിവസത്തെ ഒഡീഷ ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേന്ദ്ര ബജറ്റിലെ നിർദ്ദേശങ്ങൾ രാജ്യവികസനം ത്വരിതപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ ബജറ്റ് പ്രഖ്യാപനങ്ങൾ അവസരമൊരുക്കുമെന്നും പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കേന്ദ്ര ബജറ്റ് അടിത്തറപ്പാകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പ്രതിരോധ മേഖലയ്ക്ക് 7.85 ലക്ഷം കോടി രൂപയുടെ വകയിരുത്തൽ. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്നു മുതൽ. തണ്ണീർത്തടങ്ങളും പാരമ്പര്യ അറിവുകളും എന്ന സന്ദേശവുമായി ഇന്ന് ലോക തണ്ണീർത്തട ദിനം. അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 6 ദിവസത്തെ ഒഡീഷ ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ബാലസോറിലെ ഫക്കീർ മോഹൻ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യും. ഭഞ്ച്ബീർ സുനാറാം സോറന്റെ പ്രതിമ മറ്റന്നാൾ അനാച്ഛാദനം ചെയ്ത ശേഷം ശ്രീമതി മുർമു റായ് രംഗപൂരിലെ മഹുൽ ദിഘയിലുള്ള ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അടുക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സുസ്ഥിര വളർച്ച, സാമ്പത്തിക അച്ചടക്കം, പണപ്പെരുപ്പം നിയന്ത്രിക്കൽ എന്നിവയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്ത് പകർന്നതായി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ ധനമന്ത്രി അറിയിച്ചു. കേന്ദ്ര ബജറ്റ് വികസിത ഭാരതത്തിന് അടിത്തറ സൃഷ്ടിക്കുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. India will continue to take confident steps towards Vikasit Bharat, balancing ambition with inclusion. As a growing economy with expanding trade and capital needs, India must also remain deeply integrated with global markets, exporting more and attracting stable long-term investment. പ്രതിരോധ മേഖലയ്ക്കാണ് ഇത്തവണ കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയത്. 7.85 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തൽ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15.19% വർധന. പ്രതിരോധ മേഖലയ്ക്കുള്ള വകയിരുത്തലിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നന്ദി അറിയിച്ചു. സേനകളെ സ്വയം പര്യാപ്തമാക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലും നൈപുണ്യ ആവാസ വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന രൂപരേഖയാണ് കേന്ദ്ര ബജറ്റ് 2026-27 അവതരിപ്പിച്ചിരിക്കുന്നത്. സർഗാത്മക വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഓറഞ്ച് സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പ്രധാന പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് മേഖലകളുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ചൂണ്ടിക്കാട്ടിയ ധനമന്ത്രി 2030ഓടെ ഈ വ്യവസായത്തിന് ഏകദേശം 20 ലക്ഷം പ്രൊഫഷണലുകളെ ആവശ്യമായി വരുമെന്ന് വ്യക്തമാക്കി. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനായി രാജ്യത്തുടനീളമുള്ള 15,000 സെക്കൻഡറി സ്കൂളുകളിലും 500 കോളേജുകളിലും AVGC കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ സ്ഥാപിക്കുന്നതിനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. വിവിധ മേഖലകളിലെ പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തിന്റെ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ പരിഷ്കരണ പാതയും വികസനവും ത്വരിതപ്പെടുത്തുന്നതിനുള്ള ചരിത്രപരമായ ബജറ്റാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റിലെ നിർദ്ദേശങ്ങൾ സമ്പദ് വ്യവസ്ഥയെ ഊർജ്ജസ്വലമാക്കുകയും പൌരന്മാരെ ശാക്തീകരിക്കുകയും ചെയ്യും. ഇന്ത്യയിലെ യുവാക്കൾക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ ഇത് അവസരമൊരുക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. युवा शक्ति बजट है, उसमें युवा की सोच भी है, युवा के सपने भी हैं, युवा का संकल्प भी है और साथ साथ युवा की गति भी है. बजट में जो प्रावधान किए गए हैं उससे अलग अलग सेक्टर्स में लीडर्स, इनोवेटर्स और क्रिएटर्स तैयार होंगे. പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് ആരംഭിക്കും. ലോക്സഭയിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും രാജ്യസഭയിൽ BJP അംഗം സി സദാനന്ദൻ മാസ്റ്ററും നന്ദിപ്രമേയം അവതരിപ്പിക്കും. ഈ മാസം 13 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ 1ാം ഘട്ടം. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് 2ാം ഘട്ടം. 2 ഘട്ടങ്ങളിലുമായി 30 ദിവസമാണ് ഇരുസഭകളും ചേരുക. ഇന്ന് ലോക തണ്ണീർത്തട ദിനം. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദിനാഘോഷത്തിന്റെ ഭാഗമായി തണ്ണീർത്തടങ്ങളും പാരമ്പര്യ അറിവുകളും എന്ന പ്രമേയത്തിൽ ന്യൂഡൽഹിയിലെ അസോല ഭാട്ടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് മുഖ്യാതിഥിയാകും. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിന് കീഴിൽ അദ്ദേഹം വൃക്ഷത്തൈയും നടും.
ഇന്ത്യൻ നാവികസേനയുടെ ഹാഫ് മാരത്തോണിന് ന്യൂഡൽഹിയിൽ സമാപനം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. മെച്ചപ്പെട്ട ആരോഗ്യത്തിനായി മികച്ച ജീവിതശൈലി സ്വീകരിക്കാൻ പ്രചോദനം നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ഇന്ത്യാ ഗേറ്റ്, കർത്തവ്യപഥ് എന്നിവിടങ്ങളിൽ മാരത്തോണിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ സന്ദർശിക്കും. പശ്ചിമബംഗാളിൽ SIR നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ശ്രീമതി മമതയുടെ സന്ദർശനം. ന്യൂഡൽഹിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ MPമാരുമായും മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. അമൃത് ഉദ്യാനം 2026 ശീതകാല വാർഷിക പതിപ്പ് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം നാളെ മുതൽ മാർച്ച് 31 വരെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. വിശദാംശങ്ങളിലേക്ക്. പൊതുജനങ്ങൾക്ക് ആഴ്ചയിൽ 6 ദിവസവും രാവിലെ 10നും വൈകിട്ട് 6 മണിക്കും ഇടയിൽ അമൃത് ഉദ്യാനം സന്ദർശിക്കാം. വൈകുന്നേരം 5 മണിവരെയാണ് പ്രവേശനം. അറ്റകുറ്റപ്പണി നടക്കുന്ന തിങ്കളാഴ്ചയും ഹോളി പ്രമാണിച്ച് മാർച്ച് 4നും പ്രവേശനമില്ല. ബുക്കിംഗും പൂന്തോട്ടത്തിലേക്കുള്ള പ്രവേശനവും സൌജന്യമാണ്. സന്ദർശനത്തിനായി visit.rashtrapatiBhavan.gov.in എന്ന ലിങ്കിലൂടെ ഓൺലൈനായി ബുക്ക് ചെയ്യാം. അമൃത് ഉദ്യാനത്തിനു പുറമെ രാഷ്ട്രപതി ഭവനും രാഷ്ട്രപതി ഭവൻ മ്യൂസിയവും സന്ദർശിക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. ഈ മാസം 4 വരെ ചർച്ച തുടരും. കേരളത്തിലെ സ്കൂൾ സിലബസ് ലഘൂകരിക്കുന്ന വിഷയത്തിൽ സംസ്ഥാന കരിക്കുലം കമ്മിറ്റി വിശദമായ ചർച്ചകൾ നടത്തി ഉടൻ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികളുടെ പഠനഭാരം ശാസ്ത്രീയമായി പരിശോധിച്ചു മാത്രമേ മാറ്റം വരുത്തുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. പുസ്തക സഞ്ചിയുടെ ഭാരം കുറയ്ക്കൽ മാത്രമല്ല, മാനസിക ഭാരം കൂടി കുറയ്ക്കുവാനുള്ള ഇടപെടലിന്റെ ഭാഗമായാണ് സിലബസ് ലഘൂകരണമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കേസിൽ 13ാം പ്രതിയാണ് അദ്ദേഹം. അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ. സിംബാബ്വേയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 58 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ സെമി പ്രവേശം. 253 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 46.2 ഓവറിൽ 194 റൺസിന് ഓൾ ഔട്ടായി. നാളെ നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ നടക്കുന്ന 2ാം സെമിയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെയും നേരിടും. ഏഷ്യൻ റൈഫിൾ ആന്റ് പിസ്റ്റൾ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. 2 ആഴ്ചത്തെ ചാമ്പ്യൻഷിപ്പിൽ 17 രാജ്യങ്ങൾ പങ്കെടുക്കും. പുരുഷ, വനിതാ, ജൂനിയർ, യൂത്ത് വിഭാഗങ്ങളിലായി 10 മീറ്റർ, 25 മീറ്റർ, 50 മീറ്റർ റൈഫിൾ, പിസ്റ്റൾ ഇനങ്ങളിൽ മത്സരങ്ങൾ ഉണ്ടാകും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ നാളെ നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ കേരളം അസമിനെ നേരിടും. അസമിലെ സിലാപത്തർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവം തൃശൂരിൽ സമാപിച്ചു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച നാടകോത്സവം കഴിഞ്ഞ മാസം 25-നാണ് ആരംഭിച്ചത്. 8 വിദേശ നാടകങ്ങൾ ഉൾപ്പെടെ 22 നാടകങ്ങളാണ് വേദിയിൽ എത്തിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസിന്. 25ാം കിരീടം ലക്ഷ്യമിട്ടെത്തിയ നൊവാക് ജോക്കോവിച്ചിനെയാണ് ഫൈനലിൽ അൽക്കാരസ് തോൽപ്പിച്ചത്. സ്കോർ 2-6, 6-2, 6-3, 7-5. അൽക്കാരസിന്റെ ആദ്യ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടമാണ് ഇത്. തിരുവനന്തപുരത്ത് നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സരവുമായി ബന്ധപ്പെട്ട് കാണികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഔദ്യോഗികമായി നടപടികൾ ആരംഭിച്ചു. മത്സരത്തിനിടെ സ്റ്റേഡിയത്തിൽ ചില ഭാഗങ്ങളിൽ കുടിവെള്ളത്തിന് അമിതവില ഈടാക്കിയ സംഭവം സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്നത് അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് അസോസിയേഷൻ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 6 ദിവസത്തെ ഒഡീഷ ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. 2 സംസ്ഥാനങ്ങളിലെയും വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേന്ദ്ര ബജറ്റിലെ നിർദ്ദേശങ്ങൾ രാജ്യവികസനം ത്വരിതപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ ബജറ്റ് പ്രഖ്യാപനങ്ങൾ അവസരമൊരുക്കുമെന്നും പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കേന്ദ്ര ബജറ്റ് അടിത്തറ പാകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പ്രതിരോധ മേഖലയ്ക്ക് 7.85 ലക്ഷം കോടി രൂപയുടെ വകയിരുത്തൽ. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്നു മുതൽ. തണ്ണീർത്തടങ്ങളും പാരമ്പര്യ അറിവുകളും എന്ന സന്ദേശവുമായി ഇന്ന് ലോക തണ്ണീർത്തട ദിനം. അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.